ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന പുതിയൊരു വെബ്സൈറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടൊക്കെ സേഫ് ആണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട മച്ചാന്മാരെ, ഫ്രീ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂട്ടാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണേ. ഫ്രീ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഫ്രീ ഇൻസ്റ്റാഗ്രാം ലൈക്സ്, ഫ്രീ ഇൻസ്റ്റാഗ്രാം വ്യൂസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണിത്. അതേപോലെ തന്നെ മച്ചാന്മാരെ, നമ്മൾ ഈ ഒരു വെബ്സൈറ്റിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 20 ഫോളോവേഴ്സിനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 കിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു 30 ഫോളോവേഴ്സിനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 18 ഫോളോവർക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ കോയിനൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് എളുപ്പം കോയിൻ കളക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഇതിലേക്ക് പ്രൊമോഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ്. നമ്മളൊരു 20 ഫോളോവറിന് ഓർഡർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10-12 ഒക്കെ കിട്ടുകയുള്ളൂ. അതേ ഉള്ളൂ പ്രശ്നം. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ മച്ചാന്മാരെ, നമ്മുടെ ചാനലിൽ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോസ് കിട്ടുന്ന വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. പിന്നെ ചില വീഡിയോകളൊന്നും വർക്ക് ആവത്തില്ല. ഞാൻ ഇടുന്ന സമയത്ത് അത് വർക്കിംഗ് ആയിരിക്കും മച്ചാന്മാരെ. പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചില വെബ്സൈറ്റൊക്കെ വർക്ക് ആവാതെ ഇരിക്കും. അത് ചില വെബ്സൈറ്റിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ ആണെന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം മച്ചാന്മാരെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലല്ല കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാസ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കേരള ബൂസ്റ്റർ ഇൻസ്റ്റാഗ്രാം പേജ് വരും. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റ് 25 പേരെ ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. മച്ചാന്മാരെ, എനിക്കിതിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതെങ്ങനെ അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അത് കാണാൻ താഴെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ നടുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്ലേ ആവും. എന്നിട്ട് നിങ്ങൾ ആ 1 മിനിറ്റിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണിത് കണ്ടോ, ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്താലേ ഇത് അൺലോക്ക് ആവുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എല്ലാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അൺലോക്ക് ആയിട്ട് ഏത് പേജിലേക്കാണ് ഫ്രീ ഫോളോസ് കിട്ടുന്ന പേജിലേക്കാണ് വരുന്നത്, ആ പേജ് ഏതാണെന്ന് കാണിച്ചു തരാം മച്ചാന്മാരെ. ആ ഒരു പേജ് ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ട്. ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ അൺലോക്കായി വരുന്നത്. ഇതാണ് നമ്മുടെ ഫോളോസ് കിട്ടുന്ന സൈറ്റ്. ഇനി നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസർ നെയിം ഉണ്ട്. ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ യൂസർ നെയിം എൻ്റർ ചെയ്യുകയാണ്. നമ്മുടെ അക്കൗണ്ട് സേഫ് ആണ്, കാരണം നമ്മുടെ അക്കൗണ്ട് പാസ്വേഡോ ഒന്നുമേ നമ്മൾ എങ്ങും കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ യൂസർ നെയിം എൻ്റർ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ താഴെ കാണുന്ന സെർച്ച് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരുന്ന ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഡാഷ്ബോർഡ് ഉണ്ട്, ഏൺ ക്രെഡിറ്റ്സ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫോളോസ് കിട്ടുന്നത്. അതായത് കോയിൻ കളക്ട് ചെയ്യുന്ന സെക്ഷനാണ് ഈ ഏൺ ക്രെഡിറ്റ്സ് എന്നുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ ബൂസ്റ്റ് പ്രൊഫൈലുണ്ട്. അതെന്തോന്നറിയാം, നമ്മൾ ഈ കളക്ട് ചെയ്ത ക്രെഡിറ്റ് വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ ഇതിലേക്ക് പ്രൊമോഷൻ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ. പിന്നെ അതേപോലെ വ്യൂ പ്രൊമോഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു 20 ഫോളോവേഴ്സിന് ഓർഡർ ചെയ്താൽ എത്ര ഫോളോവേഴ്സ് കയറി എന്നുള്ളത് അതിൽ കാണിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു 20 ഫോളോവർ കയറിയെന്ന് കാണിച്ചാലും ചിലപ്പോൾ നമുക്ക് 10, 12, 13 കയറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പം നമുക്കിനി ആദ്യമേ തന്നെ നമുക്ക് കോയിൻ കളക്ട് ചെയ്യണമല്ലോ. കോയിൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫോളോവർ കൂട്ടാൻ പറ്റും. ഫോളോവർ കൂട്ടുന്ന സെക്ഷനാണ് ബൂസ്റ്റ് പ്രൊഫൈൽ. അപ്പം നമുക്ക് കോയിൻ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടി ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് താഴോട്ട് നീക്കി കഴിഞ്ഞത് കണ്ടോ, നമ്മൾ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ലേ മച്ചന്മാരെ. അപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ആപ്പിൽ ഒരു അക്കൗണ്ട് വരും. ആ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കോയിൻ കിട്ടും. ഓക്കെ, ഓരോരുത്തരെ ഫോളോ ചെയ്യുമ്പോൾ 2 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ 16 ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ അതൊന്ന് ചെയ്യട്ടെ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വരും. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത് ക്രെഡിറ്റ് കളക്ട് ചെയ്യുന്ന കാണിച്ചു തരാം. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്ന ഭാഗം എനിക്ക് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കോയിൻ കളക്ട് ചെയ്യട്ടെ. ഇപ്പോൾ 16 ക്രെഡിറ്റ്സ് ഉണ്ട് ഇവിടെ. ഞാൻ ഒരാളെ ഫോളോ ചെയ്യട്ടെ. ഞാൻ ഒരാളെ ഫോളോ ചെയ്തു മച്ചന്മാരെ. ഇനി ഞാനിവിടെ വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊമോഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇനി കോയിൻ കയറി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മച്ചന്മാരെ. കണ്ടോ, ഇപ്പം നമ്മുടെ ക്രെഡിറ്റ്സ് എത്ര ആയി, 18 ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടുത്ത അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വന്നിട്ട് അവിടെ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊമോഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ മച്ചന്മാരെ ഞാൻ വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊമോഷന് ക്ലിക്ക് ചെയ്ത് ഇപ്പം ഇനി 18 ഉള്ളൂ. 20 കോയിനായി കേട്ടോ. 20 ക്രെഡിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ 20 ക്രെഡിറ്റ്സ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ 20 ക്രെഡിറ്റ്സിന് നമുക്ക് 10 ഫോളോവറിനെ കൂട്ടാം. അപ്പോൾ എനിക്ക് ഇനിയും വേണമെങ്കിൽ ക്രെഡിറ്റ്സ് ഇൻക്രീസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തരെ ഇനി ലൈക്ക് അടിച്ചാൽ 1 ക്രെഡിറ്റ്സ് എനിക്ക് കിട്ടും.
അങ്ങനെ ഫോളോ ചെയ്താൽ 2 ക്രെഡിറ്റ്സ് വെച്ച് കിട്ടും. അപ്പോൾ ഞാൻ 20 ക്രെഡിറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും കളക്ട് ചെയ്യുക ക്രെഡിറ്റ്സ് 20. എന്നിട്ട് നമുക്കിനി ഫോളോവേഴ്സ് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടി നമ്മളിനി ഇവിടെ ബൂസ്റ്റ് പ്രൊഫൈൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ബൂസ്റ്റ് പ്രൊഫൈൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഹോം പേജിലേക്ക് തന്നെ വരും. ജസ്റ്റ് താപ്പോട്ട് നീക്കുക. ഇവിടെ സെലക്ട് പ്രൊമോഷൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കണ്ടോ ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടാം, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം റീൽ ലൈക്ക്, ഇൻസ്റ്റാഗ്രാം വീഡിയോ വ്യൂസ്, റീൽസ് വ്യൂസ് എല്ലാം കൂട്ടാം. നമ്മളിവിടെ കൂട്ടാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് താഴോട്ട് നീക്കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഏത് അക്കൗണ്ടിലോട്ടാണ് ഫോളോവേഴ്സ് ഇടേണ്ട അക്കൗണ്ട് യൂസർ നെയിം. എന്നിട്ട് നമുക്ക് ഇവിടെ താഴെ പറയുന്നുണ്ട് കണ്ടോ, ക്രെഡിറ്റ്സ് 20 ഉണ്ടെങ്കിൽ 10 ഫോളോവറിനെ കൂട്ടാമെന്ന് ഇവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഒന്ന് എൻ്റർ ചെയ്യട്ടെ. നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്തു ഗൈസ്. ഓക്കെ, ശേഷം നമ്മൾ ജസ്റ്റ് ആഡ് പ്രൊമോഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് നമ്മുടെ അക്കൗണ്ട് ആഡ് ആവുന്നതാണ് ഗൈസ്. അപ്പോൾ പ്രോസസ്സിങ്ങിലാണ് കിടക്കുന്നത്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രോസസ്സിങ്ങിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രെഡിറ്റ്സ് ഒക്കെ 0 ആയിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ്സ് ഇപ്പോൾ എത്ര ഉണ്ട്? 0 ആയി. അപ്പോൾ ഇനി ഫോളോവർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് ക്ലിക്ക് ചെയ്ത് ഓരോരുത്തരെ ഫോളോ ചെയ്ത് ക്രെഡിറ്റ് കളക്ട് ചെയ്യുക. ഇനി നമ്മൾ പ്രൊമോഷന് വേണ്ടി ആഡ് ചെയ്തതിൽ വല്ലതും കയറാൻ തുടങ്ങിയതൊക്കെ എങ്ങനെ അറിയുന്നത്? വ്യൂ പ്രൊമോഷനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ 10 ഫോളോവേഴ്സിന് ഓർഡർ ചെയ്ത് എൻ്റെ ഹിസ്റ്ററി അറിയാൻ സാധിക്കും. ജസ്റ്റ് താഴോട്ട് നീ കഴിഞ്ഞാൽ ഉണ്ടോ ഡെലിവറി 0 ആണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഫോളോവർ കയറുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ മച്ചാന്മാരെ ഈ ഒരു സൈറ്റിൻ്റെ കാര്യം. പിന്നെ എനിക്ക് ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും മച്ചാന്മാരെ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വർക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ചാനൽ ഇത്രത്തോളം സബ്സ്ക്രൈബ് വന്നതിൻ്റെ കാര്യം ഞാൻ നല്ല കണ്ടൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യുക, നല്ല രീതിയിൽ ഫോളോസ് കൂട്ടുക. അപ്പം മച്ചാന്മാരെ പിന്നെ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ ഫോളോസ് പൈസ ഈ പണിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് പൈസ കൊടുത്ത് ഫോളോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, 1 രൂപയ്ക്കും 10 രൂപയ്ക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൊടുത്തേക്കാം, അത് കാണാവുന്നതാണ്. പിന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഇത് വെരിഫൈ ചെയ്യാൻ അൺലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോളോസ് കിട്ടുന്ന സൈറ്റിലേക്ക് പോകാവുന്നതാണ്. അപ്പം മച്ചാന്മാർ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഇറ്റ്സ് മീ അമൽ കൃഷ്ണൻ. ബൈ ഗൈസ്. ഓക്കെ.